നമസ്കാരം. ഞാൻ നന്ദനൻപിള്ള. മൈ എക്സ്പെരിമെൻറ്റ്സ് ഇൻ പോലീസിൻ്റെ 52ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു മനുഷ്യാവകാശ നിഷേധ കമ്മീഷനാണോ, പോലീസ് ആസ്ഥാനത്തുനിന്ന് കൊടുക്കുന്ന വ്യാജ റിപ്പോർട്ട് ശരിവച്ച് ഉത്തരവിറക്കുന്ന ഒരു വെള്ളാനയാണോ എന്ന വിഷയമാണ്. നമുക്കൊക്കെ അറിയാം, അവിടെ ഒരു ചെയർമാന് 2 അംഗങ്ങളുമുണ്ട്. ഒരു വലിയ ഉദ്യോഗസ്ഥ പട തന്നെയുണ്ട് അവിടെ ആ ഓഫീസിൽ. മാത്രമല്ല അവരിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉൾപ്പെടെ ഡെപ്യൂട്ടേഷന് വന്നിട്ടിരിക്കുന്നവരും ഉണ്ട്. അതെല്ലാം കൂടാതെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു DYSP, ഒരു SP, അതിന് മേളിലൊരു IPS ഉദ്യോഗസ്ഥനാണ്. ചിലപ്പോൾ DIG തൊട്ട് DGP വരെ ആകാം. കാരണം സർക്കാരിന് താല്പര്യമില്ല ഉദ്യോഗസ്ഥരെ തള്ളുന്ന സ്ഥലമാണ് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഇത്ര ആളുകളുള്ള ഒരു വലിയ സങ്കേതമാണ് അവിടെ പോയി ഏതെങ്കിലും വിഷയങ്ങളിൽ പരാതി കൊടുത്തവർ പരിശോധിക്കേണ്ട വിഷയമാണ്. അവർക്ക് ഏതെങ്കിലും രീതിയിൽ നീതിയോ ന്യായമോ നടപ്പിലായി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള വിഷയം പരിശോധിക്കേണ്ട വിഷയമാണ്. ഞാൻ ആർക്കും തന്നെ അവിടുന്ന് അവർക്ക് ലഭ്യമാക്കേണ്ട രീതിയിൽ നീതി ലഭിച്ചിട്ടില്ല. ഈ വിഷയം പലരും എന്നോട് സംസാരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഏതാണ്ട് വലിയ കാര്യമൊക്കെ ചെയ്തെന്ന് പറഞ്ഞ ഒരു ബുള്ളറ്റിൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുള്ളറ്റിൻ്റെ ഒരു വോളിയം 8 അതിൻ്റെ 46ാമത്തെ ഇഷ്യൂ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതുപ്രകാരം ഒരു അധ്യാപകയ്ക്ക് അവരുടെ വേതനം ലഭിച്ചിട്ടില്ല എങ്കിൽ അത് ലഭ്യമാക്കണമെന്ന് കമ്മീഷണർ ഉത്തരവിട്ടുള്ളതായിട്ട് വലിയ അക്ഷരത്തിൽ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ബുള്ളറ്റിനിൽ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു അധ്യാപകൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ അയാളുടെ അനന്തരാവകാശികൾക്ക് ലഭ്യമാക്കണം 2 മാസത്തിനകം എന്ന് പറഞ്ഞ് വേറെയും ഒരു ഉത്തരവ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രത്യേകിച്ച് ഗവേഷക ബുദ്ധിയൊന്നും ഇല്ലാതെ ഞാൻ ഈ പറഞ്ഞ 2 വിഷയങ്ങളും സേവനവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം ഞാനും എൻ്റെ ചില പരാതികൾ അവിടെ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു ആദ്യ പരാതി 10/2/25 അവിടെ ലഭ്യമാക്കി. ആ പരാതി 5/7/25 ഹിയറിങ്ങിന് വെച്ചു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ കൊടുത്ത ഒരു പരാതിയിലും എതിർകക്ഷികൾ നേരിട്ട് കമ്മീഷനിൽ വന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഹിയറിംഗ് നടത്തിയ 2 പാർട്ടികളും വരണം. ഞാൻ കൊടുത്ത ഒരു പരാതിയിലും എതിർകക്ഷികൾ കമ്മീഷനിൽ ഹാജരായിട്ടില്ല. ഇപ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഉദ്യോഗസ്ഥരാവാം ഒരു പക്ഷേ കമ്മീഷനിൽ എത്തുന്നതെന്ന് നമുക്ക് ഇത് വരികൾക്കിടയിലൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 15/7/25 ചെന്ന സമയത്ത് പോലീസ് ആസ്ഥാനത്ത് ലഭ്യമാക്കിയ ഒരു വ്യാജരേഖ എന്ന് ഞാൻ പറയുന്ന, എനിക്ക് 61,000 രൂപ ബാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയ ഒരു വ്യാജരേഖ അവിടെ എത്തിയിട്ടുണ്ട്. ഈ വ്യാജരേഖ ഹാജരാക്കുന്ന ആളുടെ പേര് അജി VS എന്ന് പറയുന്ന ഒരു SP ആണ്. അപ്പോൾ അജി VS ഒപ്പിട്ട് ഹാജരാക്കിയിരിക്കുന്ന വ്യാജരേഖ ഇത് വ്യാജമാണ്. ഇതിന് ശേഷം അതായത് 10/3/25 ഈ റിപ്പോർട്ട് തെറ്റാണെന്ന് പറഞ്ഞ് കാസർഗോഡ് SP റിപ്പോർട്ട് തന്നിട്ടുണ്ടെന്നും ആ റിപ്പോർട്ടിൻ്റെ കോപ്പി ഞാൻ ഹാജരാക്കി എങ്കിലും അത് കമ്മീഷൻ പരിഗണിക്കാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രാഥമികമായ അന്നത്തെ ഹിയറിങ്ങിൽ തന്നെ ബോധ്യപ്പെട്ടു. ഞാനത് പറയാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ പറയാനായിട്ട് എൻ്റെ ഈ കേസുകളെല്ലാം പരിഗണിച്ചത് നമ്മുടെ ചെയർമാനാണ്. അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം ഏതാണ്ട് ഇത് ഒരു മുൻവിധി പോലെ ഇതൊരു സർവീസ് മാറ്ററാണെന്നുള്ള നിഗമനത്തിലേക്ക് വന്ന് അദ്ദേഹം അന്ന് തന്നെ അത് സംസാരിച്ചു. അന്ന് തുറന്ന് സംസാരിച്ചത് നമുക്ക് ഉൾക്കൊള്ളാം. കാരണം പിന്നീട് വന്ന കേസുകളിൽ അങ്ങനെയല്ല ഉണ്ടായത്. എന്തായാലും ശരി, 7.5 മാസം എടുത്ത് 7 മാസവും 20 ദിവസവും കഴിഞ്ഞാണ് 17/12/25 തീയതി വെച്ച് ഒരു ഉത്തരവ് എനിക്ക് തന്നു. ഇത് സർവീസ് മാറ്ററാണ്, നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോ ഗവൺമെൻറ്റിലോ ഒക്കെ സമീപിക്കണമെന്ന് പറഞ്ഞാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ ഒരു സംശയം ഇത്രയേ ഉള്ളൂ, ഈ വിജിലൻസ് ആംഗിൾ അറിഞ്ഞുകൂടാത്ത വിജിലൻസ് സംവിധാനം ഇവിടെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു. അതുപോലെ തന്നെ മനുഷ്യാവകാശം എന്തെന്നറിയാത്ത മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടെ ഉണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കണം. കാരണം
ഈ പരാതി കിട്ടിയ അന്ന് തന്നെ 10/2/25 തന്നെ ഈ അപേക്ഷ റിജക്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്താണ്, ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വേറെ പുറത്തിൽ പൊയ്ക്കോളൂ. ഇത് 7.5 മാസം അധികം ഇതിൻ്റെ മേളിൽ അടയിരുന്നിട്ട് കമ്മീഷൻ പറയുകയാണ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പൊക്കോളാനായിട്ട്. അതിൻ്റെ ഒരു ചെറിയ ഹിൻഡ് 5/7/25 തന്നെങ്കിൽ ഈ 5/7/25 11/12/25 5 മാസത്തിലധികം ഗ്യാപ്പുണ്ട്. ഒരു ഉത്തരവ് ഇറങ്ങാൻ ഇത്രയും വേണോ? നിങ്ങൾ വേറൊരിടത്തെങ്കിലും പോയി നിങ്ങളുടെ പ്രശ്നപരിഹാരം കാണണമെന്ന് ഒരു കമ്മീഷന് പറയണമെങ്കിൽ ഇത്രയും ദിവസം വേണമെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇനി മറ്റ് 3 പരാതികൾ കൂടി ഞാൻ കമ്മീഷനിൽ കൊടുത്തിരുന്നു. അത് 17/3/25 ഒരു തീയതിയാണ് ഈ 3 പരാതിയും കൊടുത്തിട്ടുള്ളത്. ഈ 3 പരാതികളും 8/8/25 കമ്മീഷനിൽ പരിഗണിക്കാൻ വെച്ചു. ഇവിടെയും മറിച്ചൊന്നും സംഭവിച്ചില്ല. പോലീസിൽ നിന്ന് ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹാജരാവാനായിട്ട്, പോലീസ് നടക്കുന്ന നിയമവിരുദ്ധ പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. കള്ള നടപടികളും തെറ്റായ നിയമവിരുദ്ധ നടപടികളുമാണ്. പോലീസിൽ നിന്ന് ആരും തന്നെ ഇതിലും ഹാജരായില്ല. അവർക്ക് പറയാനുള്ളത് അവർ എഴുതി നൽകി. ഇപ്പോൾ ഈ രണ്ടാമത്തെ ഹിയറിങ്ങിന് ചെന്ന സമയത്ത് ഞാൻ പോലീസിൽ നിന്ന് ഇവർ എഴുതി നൽകിയതിൻ്റെ കൗണ്ടർ എഴുതി കൊണ്ട് ചെന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ നിങ്ങൾ മറുപടി തരാഞ്ഞെന്ന് ചോദിച്ചു. ഞാനപ്പോൾ അങ്ങോട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്, സർവീസ് സംബന്ധ മാറ്റമാണെന്ന് കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ ചുമ്മാ ഇതിന് ഒരു മറുപടി തന്ന് സമയം കളയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത് അദ്ദേഹത്തെ ധരിപ്പിച്ചു. അപ്പം അദ്ദേഹം പ്ലേറ്റ് മാറ്റി. അതല്ല, അന്നത് പറഞ്ഞത് ഗവൺമെൻറ് പരിശോധിക്കട്ടെ എന്നുള്ള ഒരു നിഗമനത്തിലൊക്കെയാണ്. ഇതങ്ങനെയല്ല, ഇത് നിങ്ങൾക്കിപ്പോൾ തന്നെ മറുപടി പെട്ടെന്ന് തരൂ, പെട്ടെന്ന് തീരുമാനം എടുക്കാം, ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ നടപടി എടുക്കാം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പം അതും പ്രകാരം ഞാൻ ഈ 3 പരാതിക്കും പിന്നീട് മറുപടി തയ്യാറാക്കി കൊടുത്തു. സാധാരണഗതിയിൽ ഹിയറിങ്ങിന് മുമ്പായിട്ട് തന്നെ നേരത്തെ പരാതിയിൽ ഞാൻ മറുപടി തയ്യാറാക്കി കൊടുത്തിരുന്നു. സംഭവം മാസങ്ങൾ പിന്നെയും എടുത്തു. 11/12/25 6 മാസം കഴിഞ്ഞ് ഉത്തരവ് വന്നു. മറ്റേത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോകാനെന്ന് പറഞ്ഞാണ് ഉത്തരവ് വന്നേക്കുന്നത്. അപ്പം അദ്ദേഹം ഒരു ഉയർന്ന സ്ഥാനത്തു നിന്നാണ് അവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ ആ സ്ഥാന വലുപ്പത്തെ ചെറുതായിട്ട് കാണേണ്ടതില്ല. പക്ഷേ ഈ മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ നവോത്ഥാന കാലത്ത് എത്തുന്നത് ഈ നിയമം പരിപാലിക്കുക എന്ന ഇതിന് പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും 6 മാസം കഴിഞ്ഞു. ഇവിടെയും പരാതി സ്പോട്ടിൽ തന്നെ ഡിസ്പോസ് ചെയ്യാമായിരുന്നു, സർവീസ് മാറ്റർ ആണെങ്കിൽ. അല്ലെങ്കിൽ ഇതിൻ്റെ ഹിയറിങ്ങിന് 8/8/25 എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറയാമായിരുന്നു, നിങ്ങൾ മറുപടി തരണ്ട, ഇത് ഞാൻ ഡിസ്പോസ് ചെയ്യാമെന്ന്. അത് അല്ല, നിർബന്ധിച്ച് എന്നെ കൊണ്ട് മറുപടി വാങ്ങിപ്പിച്ചു. മറുപടി വാങ്ങിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. മാത്രമല്ല, ഞാൻ ഈ പരാതികളിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയം കോമ്പൻസേഷനാണ്. കോമ്പൻസേഷൻ ഓർഡർ ചെയ്യാനായിട്ട് അദ്ദേഹം പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പരിമിതികളുണ്ടെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സിവിൽ കോടതിയിലൂടെ മാത്രമേ കോമ്പൻസേഷൻ നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ശരി, അവിടെ ഈ കൊടുത്ത ഒരു പരാതിക്കും നീതിയുക്തമായ ഒരു തീരുമാനം ഉണ്ടായില്ല. തീരുമാനം എടുക്കാവുന്ന അദ്ദേഹം മീറ്റിങ്ങിൽ എന്നോട് ഉറപ്പ് തന്നതിൽ ആ പരാതി പോലും ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിങ്ങൾ സമീപിച്ചോളൂ എന്ന് പറഞ്ഞ് തന്നതാണ്. ഇനി പാർലമെൻറ്റ് പാസ്സാക്കിയ അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കിയ ഏതെങ്കിലും നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരു പൗരന് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും കോടതിയിൽ നീതി തേടുന്നതിലേക്ക് പ്രത്യേകിച്ചൊരു ഉത്തരവിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൻ്റെ ആംഗിളിൽ ഇത് വരില്ല എങ്കിൽ അക്കാര്യം പറഞ്ഞു മടക്കി ആയിരിക്കും ഏറ്റവും ഉചിതം. കാരണം അയാൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ പരിഗണനയിൽ വരുന്ന ഒരു വിഷയം ആയിട്ട് ഈ കോമ്പൻസേഷൻ വിഷയം വരുന്നില്ല. നിയമവിരുദ്ധ റിക്കവറികളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് സിവിൽ മാറ്ററാണ്. സുപ്രീം കോടതി അങ്ങനെ കൃത്യവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോവുക എന്ന് പറഞ്ഞിറക്കിയ ഉത്തരവ് തന്നെ നിയമപരമാണോ അല്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കൂടാതെ തന്നെ 1-2 മറ്റ് വിഷയങ്ങളിലൂടെ കമ്മീഷൻ്റെ ഉത്തരവിലേക്ക് കിടക്കാം. കമ്മീഷനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വെള്ളാനയാണ്. അവിടെ കണ്ടമാനം പോലീസ് ഓഫീസർമാരുണ്ട്, അത് ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്.
കമ്മീഷനിൽ തിരുവനന്തപുരം സിറ്റിയിലെ നേമം പോലീസ് സ്റ്റേഷനിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വന്നു. ഞാനീ പറഞ്ഞ ഇതേ ബുക്കിൽ രേഖപ്പെടുത്തിയ ഇതേ ബുള്ളറ്റിലെ വോളിയം 8 ഇഷ്യൂ 46 എന്ന് പറയുന്ന നമ്പറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരമാണ്. ഇപ്പോൾ നേമം പോലീസ് സ്റ്റേഷനിലെ ആ കേസ് പറഞ്ഞിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിനെയും കൊണ്ട് അന്വേഷിക്കുന്നത് പരിഗണിക്കണം, അന്വേഷണം തൃപ്തികരമല്ല എങ്കിലെന്നാണ്. അപ്പോൾ ഒരു കേസിനെ സംബന്ധിച്ച് അവിടെ ഒരു പരാതി വന്നു മനുഷ്യാവകാശ കമ്മീഷനിൽ. അപ്പോൾ അവർ ഉത്തരവിട്ടിരിക്കുകയാണ് അന്വേഷണം തൃപ്തികരമല്ല എങ്കിൽ അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം. ഇപ്പോൾ എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ, 10-40-ലധികം ഉയർന്ന ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു CD ഫയൽ വിളിച്ചു വരുത്തി ഇത് അന്വേഷണം ശരിയാണോ നോക്കാനുള്ള സംവിധാനം മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ലയോ എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത്. അപ്പം അതല്ല എങ്കിൽ എന്തിനാണ് ഈ സംവിധാനം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തന്നെ ഇൻ്റലിജൻസ് DYSP ആയിരിക്കെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു വഴി സംബന്ധിച്ച് ഒരു തർക്കം നമ്മുടെ ശ്രീജിത്ത് DGP അന്വേഷിച്ചു. പുള്ളിക്ക് ഇതിൻ്റെ അന്വേഷണം എങ്ങനെ നടത്തണമെന്ന് പുള്ളിക്ക് വലിയ വിവരമില്ല. അന്ന് അവിടെ ഉള്ളവർക്ക് ബാക്കിയുള്ളവർക്കും അത് സംബന്ധിച്ച് ധാരണയൊന്നുമില്ല. എനിക്ക് പിന്നെ ഇത് ജോലിയായി. കാരണം പുള്ളിയുടെ CA DYSP ഒക്കെ എൻ്റെ ഓഫീസിൽ സ്ഥിരമായി. വിളിക്കുന്നു വരണമെന്നും പറഞ്ഞു. പിന്നെ പലവട്ടം ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഓഫീസിൽ പോയി ആ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് സഹായിക്കേണ്ടി വന്നു. ഇത് നമ്മുടെ IPSകാരുടെ ഗതികെട്ടൊരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്ന് ഈ IPSകാരന് ഇന്ദ്രനാണ് ചന്ദ്രനാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നവരൊന്ന് ചെറുതായിട്ടൊന്ന് ചോദിച്ചേക്ക്, നിങ്ങൾ ഏത് കേസൊക്കെയാണ് അന്വേഷിച്ചത്, ഏതൊക്കെ കേസാണ് അതിൽ ശിക്ഷിച്ചത്, നിങ്ങൾ മേൽനോട്ട ചുമതലയുള്ള ഏതെങ്കിലും ഒരു കേസിൽ രേഖാമൂലം നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും നിർദ്ദേശം എഴുതി കൊടുത്തോന്നൊന്ന് ചോദിച്ചേക്കുക. അപ്പോൾ ഈ സംവിധാനമാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കിയാവാം ഒരു പക്ഷേ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്തത്, ഈ ഫയലിൻ്റെ പരിശോധന അവിടെ നിന്ന് ഒഴിവാക്കി കമ്മീഷണറെ തന്നെ ഏൽപ്പിച്ചതെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ശരി, നമ്മുടെ നവോത്ഥാന കാലത്തെ കമ്മീഷൻ തുടരുകയാണ്. മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പൊതുജനങ്ങൾ വിലയിരുത്തേണ്ട ഒരു വിഷയമാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.